ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഈ സദസ്സിൽ നിൽക്കുന്ന ബഹുമാനനും ആദരണീയനുമായ ഈ സ്ഥാപനത്തിന്റെ എല്ലാമായ ബഹുമാനനും ആദരണീയനുമായ ശൈഖുനാ ശംസുൽ ഉലമാ വറല്ലാഹു മർകദഹു അവറുകളുടെ ഗുരുത്വവും പൊരുത്തവും ഏറ്റുവാങ്ങി തന്റെ വൈകല്യം പറഞ്ഞ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന ഗോതയിൽ ഒരു പുലിക്കുട്ടിയെ പോലെ കേരളത്തിന്റെ മണ്ണിൽ അഭിമാനത്തോടെ ഈ സ്ഥാപനവും ഇതിന്റെ മുന്നിലും പിന്നിലുമുള്ള പ്രവർത്തനങ്ങളുമായി ഓടി നടക്കുന്ന ബഹുമാനം ആദരണീയമായ കുട്ടിയ സർക്കാരി അവറുകൾ അൽഹംദുലില്ലാഹ് ഇതിന്റെ തുടക്കനാൾ മുതൽ തന്നെ ഇതിന്റെ വർക്കിംഗ് സെക്രട്ടറി ആയിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരൻ അൽഹംദുലില്ലാഹ് വേദിയിലിരിക്കുന്ന സ്റ്റേജിലിരിക്കുന്ന ഈ സ്ഥാപനത്തിനോടും സമസ്തയോടും സുന്നത്ത് ജമാഅത്തിനോടും അതിയായ അദമ്യമായ താല്പര്യവും ആഗ്രഹവുമുള്ള എന്റെ പ്രിയപ്പെട്ട പൊതുപ്രവർത്തകർ പണ്ഡിതന്മാർ അൽഹംദുലില്ലാഹ് ഈ സ്ഥാപനത്തിലെ ഖാദിമുകളായി സേവനം ചെയ്യുന്ന സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മോത്സവരായ പ്രിയപ്പെട്ട പണ്ഡിതന്മാർ ഗുരുവര്യന്മാർ സാദാത്യങ്ങൾ ഇന്ന് ബഹുമാനപ്പെട്ട തങ്ങളുടെ കയ്യിൽ നിന്നും അൽഹംദുലില്ലാഹ് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന വേളയിൽ തിളങ്ങുന്ന വെള്ളിനക്ഷത്രമായി മാറുമെന്ന ഉത്തരവാദിത്ത ബോധത്തോടുകൂടി സ്ഥലത്തേക്ക് വാങ്ങി എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട പണ്ഡിത പ്രമുഖരെ വർഷങ്ങളായി യമാനിയുടെ മുറ്റത്ത് പഠിച്ചവരും യമാനിയുടെ അഭിനേകാംശങ്ങളും ഇപ്പോഴും വാട്സപ്പ് കൂട്ടായ്മ പോലെയുള്ള കൂട്ടായ്മയിലൂടെ യമാനിയുടെ സ്ഥാപനത്തിന് ഒരു പാളിച്ച സംഭവിച്ചു പോകാതിരിക്കാൻ ഒരു തകർച്ച സംഭവിക്കാതിരിക്കാൻ എല്ലാ അർത്ഥത്തിലും അതിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരെ പ്രവാസി സഹോദരങ്ങളെ പ്രവർത്തകരെ സുഹൃത്തുക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ജഗന്നിയന്താവും ജഗജനാലുമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സംഗമത്തെ പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. ചെയ്തുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പുറത്തു മാഫാക്കി തരട്ടെ. ശിഷ്ടകാല ജീവിതം പാപങ്ങളിൽ നിന്നൊഴിവായി അല്ലാഹുവിന്റെ പൊരുത്തവും തൃപ്തിയും ഏറ്റുവാങ്ങി പ്രകാശം സ്ഫുരിക്കുന്ന മുഖത്തോടെ ഭാരതീയയുടെ മുറ്റത്ത് ബഹുമാനപ്പെട്ട ആദരണീയനായ ജീവിതമായ ചരിശ്ശേരി ഉസ്താദിനെ ഞങ്ങൾ കൊണ്ട് കിടത്തിയപ്പോൾ ആഗ്രഹിച്ചു പോയ ആ ഭൂമിലാവ് നിറഞ്ഞുകൊണ്ടു മുഖം പോലെയുള്ള ഒരു പരിശുദ്ധ ഭൂമുഖം അല്ലാഹു അവസാന സമയത്ത് നമുക്ക് എവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിവിന്റെ വഴിയിലൂടെ തന്നെ സഞ്ചരിക്കാൻ, അറിവിന്റെ വഴിയിലൂടെ തന്നെ സഹായം കൊടുപ്പിക്കാൻ, അറിവിന്റെ വഴിയിലൂടെ തന്നെ നമ്മുടെ മക്കളെ കൈകളിൽ ചേർക്കാൻ അല്ലാഹു നമുക്ക് സൗഭാഗ്യം തരട്ടെ. സമയമേറെ വൈകി ആമുഖങ്ങളും മുന്നിലും ശരീകരിക്കുന്നില്ല. ഏറ്റവും പുറകിൽ നിൽക്കുന്ന സാധാരണക്കാരായ എന്റെ പ്രഭാഷണം കേൾക്കാൻ കോഴിക്കോട് ജില്ലയുടെ പല പ്രദേശങ്ങളും ഓടിയെത്തുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഇടയിൽ എവിടെയെങ്കിലും സേവനമുണ്ടെങ്കിൽ ഈ സ്ഥാപനത്തിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവരെ ഇരുത്തണം എന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഇതിന്റെ വിഭാഗത്ത് വേണമെങ്കിൽ എന്തെങ്കിലും ടാർപ്പയോ പായോ കടലാസോ വിളിച്ചു കൊടുത്താൽ അൽഹംദുലില്ലാഹ് നമ്മുടെ വിളിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഇരിക്കാൻ സൗകര്യമുണ്ടാകും
ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ആ പുറകിൽ നിൽക്കുന്നവരിലൂടെ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണെന്ന് ചർച്ച ചെയ്യുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സംഗമത്തെ പൂർണ്ണമായും സ്വീകരിച്ച് എല്ലാ തെറ്റുകുറ്റങ്ങളും പുറക്കപ്പെടുന്ന ഒരു മജ്‌ലിസായി ഒരുപാട് കരങ്ങൾ ദുആ ചെയ്യാൻ അവസരം തരുന്ന ഒരു സദസ്സാക്കി അല്ലാഹു ഈ സദസ്സിനെ മാറ്റട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, പിന്നെ പോകുമ്പോ ബസ്സിലെടുത്ത് പോവാ. കുറച്ച് ഖുർആനിന്റെ താക്കീതുകളുടെ ശക്തമായ ഒരു പ്രമേയത്തെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്ന ഒരു വലിയ ഉത്തരവാദിത്തമാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പൊട്ടിക്കട്ടെ. ഒരുപാട് പാപങ്ങളിൽ നിന്നും പാതകങ്ങളിൽ നിന്നും മനുഷ്യരെ തുടച്ചു നീക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ശക്തമായ താക്കീതുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാവിലൂടെ സമർപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഗ്നിയോളമാടി പടരുന്നത് പോലെ നമ്മുടെ മനസ്സിനെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്ന ശക്തമായ ഒരു താക്കീത് പലപ്പോഴും ഞാനും നിങ്ങളും അറിഞ്ഞിട്ടില്ല എന്നതുപോലെ നടിക്കുന്ന ഒരു ശക്തമായ താക്കീതിന്റെ കാട് നിന്നുകൊണ്ട് ചില അറിവുകളാണെന്ന് ചർച്ചയിൽ പിരിയാൻ ആഗ്രഹിക്കുന്നത്. സഹോദരങ്ങളെ, ആ ചരിത്രത്തിൽ നിന്നും ആ സംഭവത്തിൽ നിന്നും ഗുണപാഠം ശ്രദ്ധിച്ചുകൊണ്ട് ജീവിതത്തെ പ്രകാശമുള്ള ഒരു വഴിയിലൂടെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും അധികം ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചിന്തനീയമായ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അതിന്റെ സുന്ദരമായ ഒരു ജീവിച്ചിരുന്നു. എന്റെ കോഴിക്കോട് ജില്ലയിലെ പ്രിയപ്പെട്ട സഹോദരിമാർ സൗന്ദര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി സൗന്ദര്യവർദ്ധന വസ്തുക്കൾ വാങ്ങി പുരട്ടുന്നില്ല. സൗന്ദര്യത്തിന്റെ ഉടമയായ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹോബി എന്ന് പറയുന്നത് തന്റെ ശരീരം ആഗ്രഹിച്ചുകൊണ്ട് തന്റെ ശരീരം മോഹിച്ചുകൊണ്ട് ആര് കടന്നു അവർ നിരാശയോടും അവരുടെ ആഗ്രഹം നടത്തി കൊടുത്തുകൊണ്ട് തന്റെ ശരീരത്തിന്റെ മാസ്മരികമായ സൗന്ദര്യം സമർപ്പിച്ചു കൊടുക്കുന്ന സുന്ദരിയായ പെണ്ണായിരുന്നു. പണവും പണമുള്ള ശരീര കച്ചവടത്തിലൂടെ നേടിയെടുത്ത സുന്ദരിയായ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ബനീഇസ്രായേൽ ആ പെൺകുട്ടിയുടെ കൊട്ടാരത്തിന്റെ 4 ഭാഗത്ത് താമസിക്കുന്ന ഏകദേശമുള്ള പെൺകുട്ടിയുടെ സൗന്ദര്യത്തിന്റെ എന്നാൽ പലപ്പോഴും ആ പെൺകുട്ടിയുടെ മനസ്സിൽ തട്ടുന്ന ഒരേ ഒരു വേദന ഒരാൾ മാത്രം ഇന്നുവരെ ആ പെണ്ണിന്റെ വലയിൽ വീണിട്ടില്ല. അയാളുടെ സൂഫിയുടെ മനസ്സിനാണ് തസ്ബീഹുകളും തഹ്ലീലുകളും തക്ബീറുകളുമായി അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി പാതിരാസമയത്ത് ചെയ്യുന്ന അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി എല്ലാം പ്രകാശം തന്റെ മനസ്സിന്റെ ഉള്ളവയിലേക്ക് ആവാഹിച്ചെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന അല്ലാഹുവിന്റെ വിഗ്രഹം മനസ്സിനെ ഉണർന്നു കൊടുക്കുന്ന ബഹുമാനനും ആദരണീയമായ ഒരു സൂഫിയായ മനുഷ്യനായിരുന്നു. ആ സൂഫിയായ മനുഷ്യനെ തന്റെ വലയിൽ വീട്ടാൻ കഴിയില്ല എന്നുറപ്പായ ആ പ്രിയപ്പെട്ട സഹോദരി പലപ്പോഴും പരാതിയെ സംബന്ധിച്ച് മടങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും സൂഫിയായ മനുഷ്യൻ ആ പെൺകുട്ടിയുടെ വീട്ടിന്റെ മുമ്പിലേക്ക് ഒരു സന്ദർഭത്തിൽ നടന്നു പോകേണ്ടി വന്നു. ആ പെൺകുട്ടിയുടെ വീടിന്റെ മുമ്പിലേക്ക് നടന്നു പോകുമ്പോ പിശാച് ആ സൂഫിയായ മനുഷ്യന്റെ ശരീരത്തിന്റെ ഉള്ളിൽ മനുഷ്യന്റെ ശരീരത്തെ രക്തം ഓടുന്ന സ്ഥലത്ത് മുഴുവനും പിശാച് ഉണ്ട് എന്നാണ്. എത്ര ഇബാദത്ത് ചെയ്താലും എത്ര ആരാധന അർപ്പിച്ചാലും എത്ര സൽക്കർമ്മങ്ങൾ ചെയ്താലും മനുഷ്യന്റെ ശരീരത്തിലൂടെ രക്തമോടുന്ന സ്ഥലത്തെല്ലാം പിശാച് ഉണ്ടെന്നാണ്. ആ പിശാച് എത്രയോ വർഷങ്ങളായി എത്രയോ കാലങ്ങളായി സന്നിധിക്കുന്ന ഓർമ്മകളെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വെളിപ്പെടുത്തം നടത്തുകയാണ്. ആ സൂഫിയായ മനുഷ്യന്റെ മനസ്സിൽ 1000 പ്രാവശ്യം ആ പിശാച് ഓർമ്മിപ്പിച്ചു. ഇതുവരെ നടന്നു പോകുമ്പോ നിങ്ങളുടെ ഇടത്തേക്ക് തിരിഞ്ഞാൽ മനോഹരമായ ദേശീയായ സുന്ദരിയായ പെൺകുട്ടികളുടെ കിടപ്പാടമാണ് കാണാൻ പറ്റുക. ആ പെൺകുട്ടികളുടെ കൊട്ടാരത്തിന്റെ കവാടം തുറന്നിരിക്കുന്നതിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങളുമായിട്ട് നിങ്ങൾക്ക് ആ പെൺകുട്ടികളുടെ കൊട്ടാരത്തിന്റെ കത്തേക്ക് കടന്നു ചെല്ലാനുള്ള സ്വാഗതമാണ് ആ പെൺകുട്ടി പറയുന്നത് എന്നർത്ഥം. അതുകൊണ്ട് ആ സൂഫിയായ പിശാച് മന്ത്രിച്ചു, തീർച്ചയായും നിങ്ങൾ കടന്നു പോകണം. എത്രയോ വർഷങ്ങളായി ഒരു അന്യ സ്ത്രീയെ നോക്കാതെ, ഒരു അന്യ സ്ത്രീയുടെ സുഖമറിയാതെ, ഒരു വൈകാരികമായ ചിന്തകൾക്ക് വേണ്ടി അടിയറവ് പറയാതെ, ഏതെങ്കിലും ആഹാര പടച്ചുകൊണ്ടാണ് ആത്മീയമായ സുഖ
നിലവാരത്തിലേക്ക് പറന്നെത്തുന്ന ഒരു കഴിവിനെയാണ് നാം ഇന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സൂഫിയാർ മനസ്സിന്റെ ഒരു ചങ്ങലയിട്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന വികാരത്തെ തട്ടിയുടക്കാൻ വേണ്ടി പിശാച് പറയുമ്പോൾ ആ പ്രിയപ്പെട്ട സൂഫിയാർ മനസ്സിൽ അറിയാതെ ഇടതുഭാഗത്തേക്ക് തിരിയുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സകലവും ചിന്തിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇപ്പോഴും ഉള്ളവയിൽ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട മനുഷ്യനെ അറിയാതെ ഒരു സന്ദർഭത്തിൽ പൈസാചിന്റെ ചിന്ത കടന്നു വരിക. ആ പെൺകുട്ടികളുടെ കാലത്തിന് മുമ്പിലേക്ക് നോക്കുന്ന കവാടങ്ങൾ തുറന്നു കിടക്കുകയാണ്. അതിനകത്ത് പുരുഷാരങ്ങൾ ആരുമില്ല. ഈ കവാടം തുറന്നു കിടന്നാൽ ഇനി ആർക്കും അതിന്റെ അകത്തേക്ക് കടന്നു പോകാൻ കഴിയുന്നതാണ്. ഈ സൂഫിയാർ മനുഷ്യന്റെ കാൽപ്പാലങ്ങൾ തന്റെ നിയന്ത്രണത്തിൽ നിന്ന് മാറി പിശാചിന്റെ നിയന്ത്രണത്തിലാവുകയാണ്. നടന്ന് ആ സൂഫിയാർ മനുഷ്യൻ പെൺകുട്ടികളുടെ കാലത്തിന് മുമ്പിൽ ചെല്ലുമ്പോൾ സുന്ദരിയായ വസ്തുതയാർന്ന പുഞ്ചിരിയോടെ ആരെയും മനം മയക്കുന്ന സൗന്ദര്യവാണിയായി ആ പെൺകുട്ടിയുടെ മാളികാസുരത്തിന്റെ മുമ്പിലേക്ക് വളരെ സന്തോഷത്തോടെ തുണിച്ചാടി സൂഫിയാർ മനുഷ്യൻ സ്വീകരിച്ചെടുത്തുകൊണ്ടിരുത്തി. എന്നിട്ട് ആ സൂഫിയാർ മനുഷ്യൻ മുഖത്തേക്ക് വീട്ടുവാണു. എത്രയോ നാളുകൾ കൊണ്ട് എന്റെ ഈ മനോഹരമായ കൊട്ടാരത്തിലേക്ക് നിങ്ങളെ കാത്തിരിക്കുകയാ. അതുകൊണ്ട് എല്ലാ യുവാക്കൾക്കും ശരീരം കൊടുക്കുന്ന പോലെയല്ല ഏറ്റവും വലിയ സുന്ദരിയായിട്ട് നിങ്ങളുടെ മനോഹരമായ മണവറയുടെ മെത്തയിൽ കാത്തിരിക്കണമെന്ന് പറഞ്ഞ് ആ സൂഫിയാർ മനുഷ്യനെ വൈകിട്ടിട്ട് ആ പെൺകുട്ടി മുന്നിൽ ഒരുങ്ങി വരാൻ പോവുകയാ. എന്റെ കുഞ്ഞുങ്ങളെ എത്രയോ വർഷങ്ങളായി വിവാദത്ത് ചെയ്തുകൊണ്ടിരുന്ന എത്രയോ വർഷങ്ങളായി ഒരു പൂർണ്ണ പോലും നിൽക്കാതെ കഴിഞ്ഞിടത്ത് മനസ്സിലാൻ സ്ഥാനം കൊടുത്തിരുന്ന മഹാനുഭാവന മികവും തസ്ലീമും ഹലീലുമായി കഴിഞ്ഞുപോയ മഹാനുഭാവന എല്ലാം തകർന്നു പ്രിയപ്പെട്ട സൂഫിയാർ മനുഷ്യൻ ഏതോ പാതുരാത്രിയുടെ യാമത്തിനെതിരെ ചെയ്തുകൊണ്ട് ഈ വാദത്തിന്റെ ഒരു ഫലമെന്നാണ് ആ സൂഫിയാർ മനുഷ്യൻ വീണ്ടും ഉണ്ടാകുക. വർഷങ്ങളോളമായി ഞാൻ കാത്തു സൂക്ഷിച്ചിരുന്ന എന്റെ കണ്ണുകളെ ഒരു സുന്ദരിയായ പെണ്ണിന്റെ സൗന്ദര്യത്തിന് അടിയറവ് പറഞ്ഞിരിക്കുമ്പോ അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ സുഖം അള്ളാഹുവിന്റെ സുഖത്തിന്റെ സുഖം ആസ്വദിക്കാൻ വേണ്ടി എന്റെ ശരീരത്തിന്റെ വികാരങ്ങൾ അകറ്റുന്നതിനെ ഞാൻ ഇപ്പോൾ പൊട്ടിച്ചറിയുന്നു. പെട്ടെന്ന് ചിന്തിച്ചിട്ട് മനുഷ്യൻ പൊട്ടിക്കളില്ല. ഇന്ന് പടച്ചവനെ എത്രയോ രാത്രി എത്തിത്തടഞ്ഞാല് എത്രയോ തസ്ബീഹുമാനുകൾ കൊണ്ട് മറച്ചവനാണ്. എത്രയോ വിവാദത്തിൽ നിനക്ക് വേണ്ടി സമർപ്പിച്ചവനാണ്. സൗന്ദര്യത്തെ മുന്നിൽ അടിയറവ് പറയുന്നത് ശരിയല്ല. ആ സൂഫിയാർ മനുഷ്യൻ പൊട്ടിക്കളയാൻ തുടങ്ങി. സുന്ദരിയായ പെണ്ണ് വളരെയധികം സൗന്ദര്യം അധികരിപ്പിച്ചുകൊണ്ട് കടന്നു വന്നപ്പോ ഈ സൂഫിയാർ മനുഷ്യൻ നിന്നെ പൊട്ടിക്കളയുക. ആ പെൺകുട്ടി ചോദിച്ചു വന്നതുപോലെയല്ലോ നിങ്ങളുടെ കണ്ണുകൾക്കുമല്ലാത്ത മാറ്റം സംഭവിച്ചിരിക്കുക. നിങ്ങളുടെ ശരീരത്തിനുമില്ലാത്ത രൂപബോധം വന്നിരിക്കുക. എന്റെ കാര്യം എന്റെ ശരീരം നിങ്ങൾക്ക് ആവശ്യമെന്ന് പറഞ്ഞ് കടന്നു വന്നിട്ട് ഇപ്പൊ എന്നെ വെറുതെ എന്ന് ചോദിച്ചപ്പോൾ ആ സൂഫിയാർ മനുഷ്യൻ സാഹചര്യമാണ്. എന്നിട്ട് ആ സുന്ദരിയായ പെൺകുട്ടിയുടെ മുഖത്തേക്ക് കാൽക്കെടുത്തിട്ട് പറയുന്നു, പെണ്ണേ ഒരു നിമിഷം എന്നെ പിശാച് ക്ഷണിച്ചു പോയപ്പോ ഒരു നിമിഷം എന്നെ പിശാച് ക്ഷണിച്ചു പോയപ്പോ അറിയാൻ ഇന്നവരെ കടന്നുപോയ ജീവിത സുഖത്തിന്റെ ഭാഗത്തേക്ക് അറിയാതെയാണ് കാര്യങ്ങൾ വിളിച്ചു പോയെന്നാണ്. ഒരിക്കലും ഞാൻ വിവാദത്തിന് വേണ്ടി കണ്ടുപിടിച്ചതിന്റെ പരിശുദ്ധമാനത്തെ വികാരത്തിന് വേണ്ടി മാറ്റിവെക്കില്ല എന്ന് പറഞ്ഞു ആ സൂഫിയാർ മനുഷ്യൻ ഇറങ്ങിയോടിയിട്ട് ആ പെൺകുട്ടിയുടെ മുഖത്തിലേക്ക് പറയുന്നു, അല്ലാഹുവിന്റെ ശക്തി ഏറ്റവും ശക്തമായി ബാക്കി ഇറങ്ങിയത് കണ്ണിനെ കുറിച്ചല്ല, പലിശയെ കുറിച്ചല്ല, യതീമിന്റെ സ്വത്ത് അപഹരിക്കുന്നതിനെ കുറിച്ചല്ല, നമസ്കാരം ഒഴിവാക്കുന്നതിനെ കുറിച്ചല്ല. അല്ലാഹുവിന്റെ ഖുർആൻ ഏറ്റവും ശക്തമായി ബാക്കി നൽകിയത് ഏറ്റവും ശക്തമായ ഭാഷയിലും ശൈലിയിലും ഖുർആൻ സംസാരിച്ചത് എന്റെ പ്രിയപ്പെട്ടവരെ ബഹുമാനത്തെ കുറിച്ചാണ്. അതാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ എന്റെ പ്രിയപ്പെട്ട സഹാബത്തിനോട് പറഞ്ഞു കൊടുത്തത്. നിങ്ങൾ ബഹുമാനത്തിനോട് അടുക്കൽ പോലും ചെയ്യല്ലേ, നിങ്ങൾ ബഹുമാനത്തിനോട് അടുക്കൽ പോലും ചെയ്യല്ലേ, നിങ്ങൾ ബഹുമാനത്തിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും ഇടപെടുത്തല്ലേ, നിങ്ങൾ ബഹുമാനത്തിന്റെ മാർഗങ്ങളെ കുറിച്ച് ആലോചിക്കില്ലേ. എന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ അറിവിന്റെ താഴ്വരപ്പെടുന്നതായി നിൽക്കുന്ന യമാനിയുടെ സമൂഹത്തിന്റെ പേരുകൊണ്ട് ഞാൻ പറയുന്നു, എന്റെ ശബ്ദം വിളിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ ശബ്ദം വിളിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എത്രയോ പ്രവാചകന്മാർ കണ്ണിനെതിരെ പ്രവാചനം നടത്തിയപ്പോൾ നിങ്ങളെ കണ്ണു
എന്ന് പറഞ്ഞ ചെറുപ്പക്കാരാ, പലിശക്കെതിരെ പ്രഭാഷണം നടത്തിയപ്പോ ഞങ്ങളിന് പലിശയുമായി ബന്ധപ്പെടില്ല, നമസ്കാരം നിർമ്മിക്കോ, അനാമാര ബന്ധങ്ങൾ ഒഴിവാക്കിക്കോ, അനാമാര സമ്പാദ്യം ഒഴിവാക്കിക്കോ എന്നൊക്കെ പ്രഭാഷണം നടത്തിയപ്പോ കണ്ണീരോട് അതെല്ലാം നിങ്ങൾ വലിച്ചെറിയുന്ന നബിയെ, വലിച്ചെറിയുന്നല്ല, വലിച്ചെറിയുന്ന ഗുരുനാഥന്മാരെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശനങ്ങൾ ഇസ്ലാമിന്റെ പാതയിലേക്ക് കടന്നുവന്ന ചെറുപ്പക്കാരാ, നിങ്ങൾക്ക് ആർക്കും എത്ര ശ്രമിച്ചാലും ഒഴിവാക്കാൻ കഴിയാത്ത ഒരു പാതമേതാ, ഒരു അന്യ മുസ്ലിം സ്ത്രീയോടുള്ള ബന്ധമാണ്, ഒരു അന്യ സ്ത്രീ പുരുഷനോടുള്ള ബന്ധമാണ്. സ്ത്രീക്കുന്നവരും വിവാദത്ത് ചെയ്യുന്നവരും പണമുടക്കുന്നവരും വെറുതെവിടുന്നവരും വസ്ത്രമിടുന്നവരും വിക്രമിടുന്നവരും സ്ത്രീക്കുന്നവരും മുഖാമിടുന്നവരും സ്വലാപ്പിടുന്നവരുമെല്ലാം രഹസ്യമായി ഉള്ളിന്റെ ഉള്ളറയിൽ സൂക്ഷിക്കുന്നവരുടെ ബന്ധമാണ് അന്യ പുരുഷന്മാരുടെ ബന്ധം. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മാറ്റാൻ കഴിയാത്ത ആ പാതകത്തെ ഉള്ളിന്റെ ഉള്ളിട്ടും കുളിച്ചു നോക്കുക. ശരിയല്ല, ഞാൻ എത്രയോ പ്രസംഗം കേൾക്കാൻ പോയവനാണ്, എത്രയോ കുമാരി ഫലങ്ങൾ ഒഴിവാക്കിയവനാണ്, എത്രയോ തെറ്റുകുറ്റങ്ങൾ ഒഴിവാക്കിയവനാണ്. എന്നാലും എനിക്ക് ഒഴിവാക്കാൻ കഴിയാറ് എന്റെ മനസ്സിന്റെ തികട്ടി വരുന്ന ഒരു മോഹവലയത്തിന്റെ ചിന്തയാണ് പെൺകുട്ടിയുടെ ആഗ്രഹം എന്ന് പറയുന്നത്, പെൺകുട്ടിയോടുള്ള മോഹം എന്ന് പറയുന്നത്. കയ്യിൽ നിൽക്കുന്ന മൊബൈലിന്റെ ഉള്ളറയിലൂടെ, വീട്ടിൽ നിൽക്കുന്ന ലാപ്ടോപ്പിന്റെയും കമ്പ്യൂട്ടറിന്റെയും ഉള്ളറയിലൂടെ എത്രയോ ആയിരക്കണക്കിന് പാതകങ്ങൾ പരസ്ത്രീ പുരുഷന്മാർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഒഴിവാക്കാൻ കഴിയാത്തതെന്ന് ക്യാമ്പസിന്റെ മുമ്പിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയോ? എന്തുകൊണ്ടാണ് ഇതൊക്കെ കഴിയാത്തത്? കണ്ണൊഴിവാക്കുന്നതോ, പലിശ ഒഴിവാക്കുന്നതോ, സ്ത്രീ ഒഴിവാക്കുന്നതോ, മറ്റു തെറ്റുകൾ ഒഴിവാക്കുന്നതോ, എന്തുകൊണ്ടാണ് പെൺകുട്ടികളോടുള്ള ബന്ധത്തെ ഒഴിവാക്കാൻ കഴിയാത്തതെന്ന് നിങ്ങൾക്കറിയോ? അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട സഹാബത്തിനെ വിളിച്ചു നോക്കിയിട്ട് പറയുകയാണ്, എന്റെ സഹാബത്തെ, നിങ്ങളെ ഞാൻ വിളിച്ചു നോക്കിയതോ ഈ ലോകത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വരച്ച ഇബ്ലീസുണ്ടല്ലോ, ശിക്ഷിക്കപ്പെട്ടവനാണ് ഇബ്ലീസുണ്ടല്ലോ, മനുഷ്യരെ നശിപ്പിക്കാൻ പരിശ്രമിക്കുന്ന ഇബ്ലീസുണ്ടല്ലോ, മനുഷ്യരെ നശിപ്പിച്ച് നരകത്തിന്റെ വിറകുവഴിയാക്കാൻ പരിശ്രമിക്കുന്ന ശൈത്താനുണ്ടല്ലോ. ആ ഇബ്ലീസ് തന്റെ അനുയായികളെ മുഴുവൻ വിളിച്ചു നോക്കിയിട്ട് ഒരിക്കലും ഒരു പ്രഭാഷണം നടത്തിയെന്ന്, അയ്യക്കും മുതൽ മുസ്ലിമാ അൽ മുസ്ലിമോ രാജാ. ശപിക്കപ്പെട്ട ഇബ്ലീസ് തന്റെ അനുയായികളെ മുഴുവൻ വിളിച്ചു നോക്കി. ഇബ്ലീസ് എന്ന് പറഞ്ഞ ഒരാളല്ല, ഇബ്ലീസ് എന്ന് പറഞ്ഞ ഒരാളല്ല, ഓരോരുത്തരുടെ കൂടെയും ഒന്നിലധികം ആളുകൾ ഉണ്ടാവും, ഓരോരുത്തരുടെ കൂടെയും ഒന്നിലധികം ആളുകൾ ഉണ്ടാവും. ഇബ്ലീസ് എന്ന് പറഞ്ഞ ഒറ്റയാളല്ല, ഇബ്ലീസിന് മക്കളുണ്ട്, ഇബ്ലീസിന് അനുയായികളുണ്ട്, ശിഷ്യഗണങ്ങളുണ്ട്. എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് ഒരിക്കൽ ഇബ്ലീസ് ഒരു പ്രഭാഷണം നടത്തി, അയ്യുക്കും അവല്ലു മുസ്ലിമാ. ഇപ്പൊ യമാനികളുടെ മുറ്റത്തിരിക്കുന്ന ഇത്രയും ജനങ്ങൾ, ഈ ജനങ്ങളിൽ നിന്ന് ആരെയാണോ നിങ്ങൾ ഏറ്റവും അധികം വഴിതെറ്റിക്കുന്നത്, അവർക്ക് ഏറ്റവും അധികം വഴിതെറ്റിക്കുന്നത്, അവർക്ക് ഒരു കിരീടം ഞാൻ വെച്ച് തരും എന്ന് ഇബ്ലീസ് പറഞ്ഞു. നേതാവിന്റെ അംഗീകാരം കിട്ടുന്നത് വലിയ സന്തോഷമാണ് അനുജന്മാർക്ക്. അത് ഏത് സംഘടനയാണെങ്കിലും, ഏത് പ്രസ്ഥാനമാണെങ്കിലും, ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ശരി, നേതാവ് തോളത്തുനിന്ന് കൈകൊണ്ട് തട്ടുന്നത്, ആ ഒരു അംഗീകാരം കിട്ടുന്നത് വലിയ സന്തോഷമാണ്. ഇബ്ലീസിന്റെ കിരീടം കിട്ടാൻ വേണ്ടിയിട്ട് അനുയായികൾ മുഴുവനും നെട്ടോട്ടമോടി ഒരു മനുഷ്യനെ ഏറ്റവും അധികം വഴിതെറ്റിക്കണം. അങ്ങനെ ഒരു ശൈത്താൻ പോയി ഒരു മനുഷ്യനോടൊപ്പം നടന്ന്, എന്നിട്ട് അയാളെ വഴിതെറ്റിച്ചിട്ട് രാത്രി വൈകുന്നേരം ശൈത്താനാകുന്ന നേതാവിന്റെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരു മനുഷ്യന്റെ കൂടെ നടന്നു, അയാളെ ഞാൻ ഏറ്റവും അധികം വഴിതെറ്റിച്ചു. നേതാവാകുന്ന ഇബ്ലീസ് ചോദിച്ചു, ഏറ്റവും അധികം വഴിതെറ്റിച്ചത് എങ്ങനെയാണ്? അയാളും അയാളുടെ ഭാര്യയുമായി നല്ല ബന്ധത്തിലായിരുന്നു, നല്ല ഇണകളായിരുന്നു. പക്ഷേ ഞാൻ അയാൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് അയാൾ അയാളുടെ ഭാര്യയെ തൊലാക്ക് ചെല്ലുന്നത് ഞാൻ കണ്ടു. എന്റെ പരിശ്രമ ഫലമായി അങ്ങനെ ഒന്ന് സംഭവിച്ചു. അപ്പൊ നേതാവ് പറഞ്ഞു, മാസനാഴ്ത്ത ഷിയ, അതൊന്നും അത്ര വലിയ കാര്യമൊന്നുമല്ല. അയാളുടെ ഭാര്യയെ തൊലാക്ക് ചെല്ലിയെങ്കിൽ കുറച്ച് നാട് കഴിയുമ്പോൾ അയാൾക്ക് പുതിയ ഭാര്യയെ കിട്ടും, അവൾക്ക് പുതിയ ഭർത്താവിനെ കിട്ടും. പിന്നെ എങ്ങനെയാണ് അയാളത് ഇത്രത്തോളം വഴിതെറ്റിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയാം. രണ്ടാമത്തെ ആള് വന്നു, ഒന്നാമത്തെ ആള് ഫ്ലോപ്പായി പോയി. രണ്ടാമത്തെ ആള് നേതാവിന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, രണ്ട് നല്ല സുഹൃത്തുക്കളായിരുന്നു.
ആ രണ്ട് സുഹൃത്തുക്കൾക്കിടയിലേക്ക് ഞാൻ എന്റെ ശത്രുതയുടെ ശരം എയ്തുവിട്ടിട്ട് അവർ രണ്ടുപേർക്കിടയിലും ശത്രുതയുണ്ടാക്കിയിട്ട് അവരെ തമ്മിൽ പിണക്കി. അതാണ് ഞാൻ ഇന്ന് ചെയ്ത ഏറ്റവും വലിയ വഴികേടുത്തരം. നേതാവ് പറഞ്ഞു, മാസനാഴ്ത്ത ഷിയ അതും അത്ര വലിയ തെറ്റൊന്നുമല്ല. ഒരാൾ വന്നിട്ട് ഒരു സമമായ ചർച്ച നടത്തിയാൽ, കോംപ്രമൈസിന് വേണ്ടിയിട്ട് ഒരു ചർച്ച വെച്ചാൽ ആ രണ്ടുപേരും ഏതായാലും പിണക്കം മറന്നുകൊണ്ട് ഒന്നിക്കും. അതും അത്ര വലിയ കാര്യമല്ല. 3 4 മാസമോ വർഷമോ പിണങ്ങിയിരുന്നത് കൊണ്ടൊന്നും വലിയ അത്ഭുതമല്ല. എന്നാൽ കിരീടം കിട്ടുന്ന തെറ്റ് ചെയ്തത് 3ാമത്തെ ശൈത്താനാണ്. ലോകത്തൊരു മനുഷ്യനെ ഏറ്റവും അധികം വഴിതെറ്റിച്ചത് നീ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് കിരീടം വെച്ചു കൊടുത്തു നേതാവ്. ഏതാണ് ആ വഴികേടുത്തരമെന്നറിയുമോ? 3ാമത്തെ ശൈത്താൻ വന്നിട്ട് പറയുന്നു, ഞാനൊരു ചെറുപ്പക്കാരന്റെ കൂടെ നടന്നു നേതാവേ, ഞാനൊരു യുവാവിന്റെ കൂടെ നടന്നു നേതാവേ, അവന്റെ മനസ്സ് മുഴുവൻ ഇല്ലാഹി ചിന്തകളാണ്, അവനെ വഴിതെറ്റിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് മനസ്സിലായി നേതാവേ. പക്ഷേ അവന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു പെൺകുട്ടിയുടെ ചിത്രം ഞാൻ ഇട്ടുകൊടുത്തു നേതാവ്. അവൻ ഉറങ്ങുമ്പോ ആ പെൺകുട്ടിയുടെ ചിത്രവുമായി ഞാൻ കടന്നു ചെന്നു. അവൻ ഭക്ഷണം കഴിക്കുമ്പോ ആ പെൺകുട്ടികളുടെ ഞാൻ കടന്നു ചെന്നു. അവൻ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോ പെൺകുട്ടികളുടെ ഞാൻ കടന്നു ചെന്നു. അവസാനം അവൻ വ്യഭിചരിച്ചു നേതാവേ, അവനെ കൊണ്ട് വ്യഭിചരിക്കുന്നവർ അവനോടൊപ്പം ഞാൻ കറങ്ങി നടന്നു എന്ന് ഇബ്ലീസിനോട് അനുയായി വന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് ഇബ്ലീസിനോട് നേതാവ് പറയുവാണ്, നീ ചെയ്തത് എത്രയോ അനുഗ്രഹമായ കാര്യമാണ്, നീ ചെയ്തത് എത്രയോ വലിപ്പമുള്ള കാര്യമാണ്. അങ്ങനാണ് വിഭജിക്കേണ്ടത്. അതുകൊണ്ട് ലോകത്ത് ഏത് മനുഷ്യരെ നിങ്ങൾ വ്യഭിചരിപ്പിക്കുന്നതോ, ഒരു മനുഷ്യന്റെ കൂടെ നടന്നവൻ ഹജ്ജിന് പോകട്ടെ, അവൻ ഉംറയ്ക്ക് പോകട്ടെ, അവൻ ആഫിറാകട്ടെ, അവൻ ആലിമാകട്ടെ, അവൻ നല്ലതുപോലെ ഇബാദത്ത് ചെയ്യുന്നവനാകട്ടെ, അവൻ ദീനീ പ്രവർത്തകനാകട്ടെ, അവൻ കാലഘട്ടത്തിൽ ഏറ്റവും അറിയപ്പെട്ട ദീനിന്റെ മുന്നണി പോരാളികളിൽപ്പെട്ടവനാകട്ടെ, നിങ്ങൾ ആരെങ്കിലും പോലും അവനെ കൊണ്ട് വ്യഭിചരിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ കിരീടം വെച്ചു തരുമെന്ന് മാത്രമല്ല, എന്റെ അനുയായികൾ ഏറ്റവും സാധനങ്ങൾ നിങ്ങൾ കാണും. ഇബ്ലീസ് പറഞ്ഞുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, 18 വയസ്സ് വരെ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട ഉമ്മയേക്കാൾ 2 കൊല്ലം കൊണ്ട് പരിചയപ്പെട്ട കാമുകനാണ് എനിക്ക് വരുന്നുകൊണ്ട് പെൺകുട്ടി ഇറങ്ങിപ്പോകുന്നത്. എന്തുകൊണ്ടാ? ആ പെൺകുട്ടിയുടെ മനസ്സിൽ ഇബ്ലീസ് സ്വാധീനിച്ചതുകൊണ്ടാണ്. എല്ലാം മറന്നുകൊണ്ട് വാപ്പയെ, ഉമ്മയെ, കുടുംബത്തെ, ഈ സമുദായത്തെ അല്ലാഹുവിനെ അവന്റെ റസൂലിനെ പ്രബോധനം ചെയ്തുകൊണ്ട് ക്ഷേത്രത്തിന്റെ ഉള്ളറയിൽ പോയിട്ട് നെറ്റിപ്പുറത്ത് ചുരുങ്ങിട്ടുകൊണ്ട് ഇസ്ലാമിനെ കൈവാരിട്ടേക്കാൻ ഇറങ്ങിപ്പോണ 18 വയസ്സുള്ള ആമിനമാരും ഫാത്തിമമാരും ഒക്കെ ഈ നമ്മുടെ മലബാറിന്റെ കോഴിക്കോടിന്റെ മണ്ണിൽ വളർന്നു വരുന്നത് എന്തുകൊണ്ടാണ്? വ്യഭിചരിപ്പിക്കാൻ വേണ്ടി മാത്രം തീവ്രശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടുപിടിക്കാനത്ര ശ്രമമില്ല, അതേ ഹറാമത്ത് ചെയ്യാനത്ര ശ്രമമില്ല, പരിസമാനിപ്പിക്കാനത്ര ശ്രമമില്ല. എന്നാൽ ലോകത്തുള്ള സർവമനുഷ്യരെയും പന്ത്രണ്ട് നീണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ചുമ്മാ സമരം പറയുന്നത്. അതുകൊണ്ടാണ് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ പഠിക്കണമെന്ന് സമരം ചെയ്യുന്നത്. അതുകൊണ്ടാണ് വനിതകൾക്ക് സ്ഥാനം സമരം ചെയ്യുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആരെന്തൊക്കെ പറഞ്ഞാൽ സമസ്യമായ ആദർശവും ആശയവും ബഹുമാനപ്പെട്ട അല്ലാഹുവേ, നീ ദീർഘായുസ്സ് കൊടുക്കാനുള്ള ആരോഗ്യം കൊടുക്കാനുള്ള മൂസയുള്ള വാക്കുകൾ കൊണ്ട് ആ സമസ്തകളെ ഏറ്റവും വലിയ പ്രഖ്യാപനത്തെ ബഹുമാനപ്പെട്ടവർ യമാനിയുടെ മുറ്റത്ത് നടത്തിയത് നിങ്ങൾ കണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ആണിന്റെയും പെണ്ണിന്റെയും മനസ്സ് ഇക്കിളിപ്പെടുത്തുന്ന ഓർമ്മകൾ കൊടുക്കുന്നത് പ്രസാദമാണ്. വാട്സപ്പ് കൊണ്ട് വിളിച്ചിട്ട് ആ വാട്സപ്പിലൂടെ കറങ്ങി വരുന്ന നമ്പറുകളിലൂടെ പിന്നെ ആണിന്റെ മനോഹരമായ ഭൂമി വെച്ചു കൊടുക്കുന്ന പിന്നെ, ശരീരം വെച്ചു കൊടുക്കുന്ന പിന്നെ, സുന്ദരം കൊടുക്കുന്ന പിന്നെ, ഒളിച്ചോടാനുള്ള പ്രാൺ പൊഴിയുന്ന പിന്നെ, എന്റെ ചെറുപ്പക്കാരാ, ഒരൊറ്റ ദിവസം പോലുമില്ല, ഒരൊറ്റ ദിവസം പോലുമില്ല, ആമിയാർക്ക് വേണ്ടിയിട്ട് മൊബൈലുകളും വിളിച്ചുകൊണ്ട് കാത്തിരിക്കുമ്പോ ഇവിടുത്തെ വിജയമാ, അത് ഇംഗ്ലീഷിന്റെ വിജയമാ, അത് ഇംഗ്ലീഷിന്റെ നേട്ടമാ. എന്നാൽ ഇതിലൊന്നും പെട്ടുപോകാൻ, ഇതിലൊന്നും പെട്ടുപോകാൻ എത്ര സുന്ദരങ്ങളെന്റെ മുന്നിലൂടെ നടന്നു പോയാൽ, എത്ര
എന്ന് പറഞ്ഞുകൊണ്ട് നല്ല മനസ്സോടെ മനസ്സിനെ പിടിച്ചു വെച്ചുകൊണ്ട് വികാരത്തിന് വേണ്ടിയിട്ട് വിവേകത്തെ വഴിവിട്ട രീതിയിലൂടെ ചലിപ്പിക്കാറ് നിയന്ത്രണത്തോടെ ജീവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മത്തെ നിനക്കല്ലാ ഒഴുക്കി വെച്ചിരിക്കുന്നുണ്ടെന്നറിയോ? മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, യാ അല്ലാഹ് മൻ യസ്റു ഹദീറത്തിൽ ഖുദ്സി, യാ അല്ലാഹ് സ്വർഗ്ഗത്തിൽ മനോഹരമായ ഒരു ഭവനമുണ്ട്. അന്യമല്ല, പ്രഭുമല്ല, സാധാരണ സ്വർഗ്ഗാവകാശികൾക്കുള്ള കൊട്ടാരമല്ല. ആ സ്വർഗ്ഗത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള മനോഹരമായ ഒരു സ്വർഗ്ഗത്തിന്റെ ഭവനമുണ്ട്. ഹദീറത്തുൽ ഖുദ്സ് എന്നാണ് ഇതിന്റെ പേര്. മൻ യസ്റു ഹദീറത്തിൽ ഖുദ്സി, യാ അല്ലാഹ്. താമസിക്കാൻ ആഗ്രഹത്തോടെ മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, അത് ആർക്കുള്ളതാണ് പടച്ചവനെ ആ ഭവനം? എന്ത് രസമാണ് സ്വർഗത്തിൽ ആ ഭവനം കാണാൻ. അത് ആർക്കാണ്? അള്ളാഹ് പറഞ്ഞു, ലാ തൻദുറു അയ്യുനുഹും ഇല സിനാ. വ്യഭിചാരത്തിലേക്ക് കണ്ണുകളെ പറഞ്ഞു വിടാത്തവനാണ് ആ ഭവനം ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നത്, അവർക്കാണ് അതിന്റെ ചാവി കൊടുക്കുക. മൂസാ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹ് പറഞ്ഞു. അപ്പൊ ഇബ്ലീസ് കിരീടം കിട്ടാൻ വേണ്ടി പല രീതിയിലും പല രൂപത്തിലും പരിശ്രമിക്കുമ്പോൾ പെണ്ണ് ചാഞ്ഞ് നടക്കും, ചരിഞ്ഞ് നടക്കും, ഒരുങ്ങി നടക്കും, പല മോഡലിൽ നടക്കും. പക്ഷെ അതിൽ വീഴാതെ നിങ്ങൾ മനസ്സിനെ പിടിച്ചു വെച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഹദീറത്തുൽ ഖുദ്സ് എന്ന് പറയുന്ന മനോഹരമായ ഭവനമാണ്. വലിയ സന്തോഷമല്ലേ? എത്രയോ ചെറുപ്പക്കാർ പറഞ്ഞിട്ടുണ്ട്, ഉസ്താദേ പ്രസംഗം കേൾക്കുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കും, അങ്ങനെ പോവാം, ഇങ്ങനെ പോവാം, ഏതായാലും നല്ലതുപോലെ ഇനിയെങ്കിലും നല്ലതുപോലെ ജീവിക്കണം, അങ്ങനെയൊക്കെ ചിന്തിക്കും. പക്ഷെ വാള് കഴിഞ്ഞ് പോകുമ്പോൾ തന്നെ, വാള് കഴിഞ്ഞു പോകുന്ന സഹോദരിമാരുടെ കോലം കാണുമ്പോൾ തന്നെ ഉസ്താദ് പറഞ്ഞ ഈമാനും തെറ്റും, തക്കവും തെറ്റും, സർവ്വവും തെറ്റും എന്ന് പറഞ്ഞാൽ സഹോദരിമാർ വാളിന് വരുന്നത് പോലും ഇപ്പോ ആഡംബര കല്യാണത്തിന് പോകുന്ന പോലെ ഒരുങ്ങിയിട്ടാണ്. ആഡംബര കല്യാണത്തിന് പോകുന്ന പോലെ ഒരുങ്ങിയിട്ടാണ്. ആ രീതിയിൽ വസ്ത്രം ധരിച്ച്, ആ രീതിയിൽ പർദ്ദ ധരിച്ച്, ആ രീതിയിൽ ചുണ്ടി ചുമപ്പിച്ച്, ആ രീതിയിൽ പേരലൂരിയൊക്കെ പുരട്ടി, ആ രീതിയിൽ ആടിയും ചാഞ്ഞും ചരിഞ്ഞും വരുന്നവരുണ്ട്. ഞാനിത് പറഞ്ഞുകൊണ്ട് യമാനിയ കെട്ടിടത്തിന് സ്വർണം കൊടുക്കാതിരിക്കരുത്. പറയുമ്പോൾ എല്ലാം പറയണം, പക്ഷേ ഈ ബിൽഡിംഗ് കെട്ടിയെടുക്കേണ്ട നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ ഇതുവരെ ഈ സ്ഥാപനത്തിൽ വരാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അബൂബക്കർ യമാനിയും പിന്നെ ദാരിമി ഉസ്താദിൻ്റെ മറ്റേ സയ്യിദ് സിറാജുദ്ദീൻ യമാനിയും പിന്നെ ബഹുമാനപ്പെട്ട ദാരിമി ഉസ്താദും ഒക്കെ ശരിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ സംസാരിക്കലുണ്ട്. നമ്മളെപ്പോഴും ഒരുപാട് കാലം നമ്മൾ ആലോചിച്ച് നോക്കി. അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യ ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. തിരുനാൾ ഈ സ്ഥാപനത്തിന് വേണ്ടി തന്നെയാണ് ഓടിയത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് സങ്കടം വന്നുപോയി. അദ്ദേഹത്തിൻ്റെ മക്കൾ രണ്ടുപേരും ദുആ വസിയത്ത് ചെയ്തു എന്നോട്. എന്തിനാണെന്ന് പറയുന്നില്ല, രണ്ടുപേരും ഓരോ പ്രധാനപ്പെട്ട വസിയത്തുകളാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതുവരെ ഇതൊന്നും ആയില്ലേ വാപ്പ, സ്ഥാപനം ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ഓടുന്നു, മക്കൾക്ക് ഇതൊന്നും ആയില്ലെന്ന് ചോദിച്ചു. വീടൊന്നും ആയിട്ടില്ല അവർക്ക് നല്ലതുപോലെ താമസിക്കാനൊന്നും. അവർക്കും സമയമില്ലല്ലോ, ഇങ്ങനെ ഓടുകയാണ്. അബൂബക്കർ യമാനിയാണെങ്കിൽ ലേബർ റൂമിൽ നിന്നാണ് വന്നത്. രാവിലെ പ്രസവിക്കാൻ പോയിരുന്നു എന്നല്ല, അതിൻ്റെ ഭാര്യ പ്രസവത്തിന് പോയിരുന്നതാണ്. അല്ലാഹു തആല ആ കുഞ്ഞിന് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഇത് ഒരടിസ്ഥാനമാണ്. സൈനുൽ ഉലമയ്ക്ക് അവസാനം കിട്ടിയത് ദാറുൽ ഹുദ എന്ന പൂമുറ്റമാണ്. അല്ലാഹു തആല അവിടുത്തെ ദർജ ഏറ്റി കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ ഗുരുത്വവും പടിജാഗിരികളായ ഞങ്ങൾക്കൊന്നിനും അറിവില്ലാത്ത കഴിവില്ലാത്ത ഞങ്ങൾക്ക് അല്ലാഹു തരുമാറാകട്ടെ. ഇന്ന് ഈ മക്കൾക്ക് സനത് കൊടുത്തിട്ട് 1 മണിക്കൂർ പ്രസംഗിക്കേണ്ടിയിരുന്നത് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദാണ്. 1 മണിക്കൂർ പ്രസംഗിക്കുമായിരുന്നു അത്രേ. എന്തൊരു പ്രഭാഷണമായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇവിടെ നടത്തിയത്. ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ഇങ്ങനെയുള്ളവർ ഇനി വളരെ കുറവാണ്. യമാനിയുടെ പ്രിയപ്പെട്ട മക്കളോട് പറയുന്നു, മനസ്സിൽ തൊട്ട് പറയാണ്, ഇവരുടെ ആയുസ്സിന് വേണ്ടി നിങ്ങൾ ദ്വാരക്കണം. ഇവർ നഷ്ടപ്പെട്ടു പോയാൽ പകരം വെക്കാൻ നമുക്ക് ആരുമില്ല. പ്രിയപ്പെട്ടവരെ, പകരം വെക്കാൻ ആരുമില്ല. അവരുടെ ദ്വായും അവരുടെ പൊരുത്തവും ഒക്കെയാണ് സന്തോഷം. ഒരു സ്ഥാപനത്തിൻ്റെ വലിയ നേതാക്കന്മാർ കാണിക്കുന്ന വിനയം, അവരുടെ ഒരു താഴ്മയൊക്കെ കാണുമ്പോൾ നമ്മളൊക്കെ വെറും വട്ടപൂജ്യമാണ് എന്ന് സ്വയം ഒരു തിരിച്ചറിവുണ്ടാവുന്ന ഒരു സദസ്സാണ് ഇവരെ പോലുള്ള മഹത്തുക്കളുടെ സദസ്സിൽ പങ്കെടുക്കുന്നത്. അല്ലാഹു തആല എല്ലാ നേട്ടവും എല്ലാ ബറക്കത്തും തരുമാറാകട്ടെ, എല്ലാ ഖൈറും എല്ലാ സലാമത്തും തരുമാറാകട്ടെ. ഇതിന് ചുറ്റുമുള്ള സഹോദരിമാരെ, നിങ്ങൾ ഭാഗ്യവതികളാണ്. ഈ സ്ഥാപനത്തിന്റെ മുറ്റത്ത് വന്നിരുന്ന വാതകൾക്ക് നിങ്ങൾക്ക് കഴിയുന്നല്ലോ, നിങ്ങൾ ഭാഗ്യവതികളാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ മനസ്സിൽ മാറ്റമുണ്ടാവണം. എന്തിനാണ് ഞാൻ വ്യഭിചാരം എന്ന് പറയുന്ന മഹാപാതകത്തെ കുറിച്ച് നിങ്ങളോട് ആധികാരികമായി പറയുന്നതെന്ന് ചോദിച്ചാൽ, ആ ഒരു പാതകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാലല്ലാതെ നമ്മുടെ ഖൽബ്, നമ്മുടെ മനസ്സ് ശുദ്ധമാവുകയില്ല.
ഇബ്ലീസ് ഓരോ വീടിന്റെയും മുമ്പ് പോയി നിന്നിട്ട് സഹോദരിമാരെ പുറത്തേക്ക് വിളിക്കുമെന്നാണ്. ഇറങ്ങി വാ, ഇറങ്ങി വാ, ഇറങ്ങി വാ എന്ന് വിളിക്കും. നമുക്ക് പോയാലോ, പൂരം കാണാൻ പോയാലോ, ബീച്ചിൽ പോയാലോ? ഇന്നിങ്ങോട്ട് വരുമ്പോൾ കൊയിലാണ്ടി പൂരം നടക്കുന്നു. താത്തമാരിങ്ങനെ കറങ്ങാണ് മുകളിൽ കയറി. ഇപ്പൊ ദുനിയാവിലുള്ള കറക്കൊന്നും പോരാ, മുകളിൽ